ഒരു എനർജി ബോൾ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ കിടക്കണതൊക്കെ കണ്ടോ? ഇതെല്ലാം ഡിഷ് വാഷ് മനസ്സിലായില്ലേ? കാണിച്ചുതരാം. കണ്ടോ? പുഴേന്ന് വീഡിയോ എടുക്കണോണ്ട് തന്നെ അവിടുന്ന് കിട്ടിയ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഒരു ചെയ്ത്. എനിക്ക് പിന്നെ ഇതിന്റെ ABCD ഒന്നും അറിയില്ല. കാര്യം ഫുള്ള് മാനേജ് ചെയ്തത് ഇതിന്റെ അമ്മയാണ്. ഇപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, ഇതിന്റെ ABCD അറിയാത്തവർക്ക് ഇത് ഉണ്ടാക്കാം. ഇതിന്റെ അമ്മാന്റെ നാടാണ്. എങ്ങനെയുണ്ട്? താനിയ കെമിക്കൽസ് എനിക്ക് 2 പ്രോഡക്ട്സ് അയച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു പോയി കാണാം. ഇതിപ്പോ 2ാമത്തെ വീഡിയോ ആണ്. ഇതിപ്പോ ഉണ്ടാക്കാൻ അറിയാത്തൊരു ഒരു ഇൻസ്ട്രക്ഷൻ തരും. അത് നോക്കിയിട്ട് അതുപോലെ വായിച്ചാൽ മതി. ആദ്യം നമുക്ക് 6 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഈ ഉപ്പ് പോലത്തെ സാധനം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഇളക്കലാണ്. ഒരേ ദിശയിലേക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ സാധനം കണ്ടോ, ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ആ വെള്ളത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് ഇളക്കി കൊടുക്കണം. ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, അതിന്റെ മുന്നേ ഇതാ പുഴ ഇങ്ങനെ ഇരിക്കണം. ഇതിന്റെ സ്മെല്ല് നല്ല അടിപൊളിയാട്ടോ. ഇങ്ങനെ പതഞ്ഞ് വരും. എന്നിട്ട് ഒരു 2-3 മണിക്കൂർ വെക്കണോടാ. ഈ സാധനം അതിക്ക് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇത് ഇങ്ങനെ കുറുകി വരും. കാണുമ്പോൾ നമുക്കൊന്ന് തൊട്ട് നക്കാനൊക്കെ തോന്നും. പക്ഷെ അരുത്. ഈ കുപ്പി എന്താണെന്നറിയോ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ സുഗന്ധം, പിന്നെ അതിന്റെ കൂടെ കിട്ടുന്ന കളറും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് അതുപോലെ ബോട്ടിൽസ്. എന്റെ അമ്മക്ക് ഇനിയിപ്പോ കുറച്ച് കാലത്തൊക്കെ സോപ്പ് എന്തായാലും വാങ്ങണം. ഒരു പാക്കറ്റ് ഒന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് അതിന്റെ വില മനസ്സിലാവണില്ലെങ്കിലും വീട്ടുകാർക്ക് അത് മനസ്സിലായിക്കോളും. അപ്പോ കേടാ ബൈ.